വിശുദ്ധ മദ്ബഹായോടും ഈ ദേവാലയത്തോടുമൊക്കെ യാത്ര പറയുന്ന പുഷ്പശിലോമോ എന്ന ശുശ്രൂഷയിലേക്ക് വരും. ഇപ്പോൾ പഴമ വായിക്കുകയാണ്. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കട്ടിൽമേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസേഫ് തന്റെ പിതാവിന്റെ മുഖത്ത് വീണ് കരഞ്ഞവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗമെടുക്കുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. കാരണം സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രയീന്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനെക്കുറിച്ചുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾ ഫറവോനോട് എൻ്റെ പിതാവ് ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ പിതാവിനെ അടക്കി തിരിച്ചു വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കണമെന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു. നിന്റെ പിതാവ് നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും ധാന്യാധികാരികളും മിസ്രയീമിലെ പ്രമാണികളും യൗസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോഷൻ നാട്ടിൽ ശേഷിച്ചുള്ളൂ. തേരുകളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോഷേൻ നദിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ വിലാപം കഴിച്ചു. ഇങ്ങനെ അവർ 7 ദിവസം തൻ്റെ പിതാവിനെ കുറിച്ച് വിലാപം കഴിച്ചു. നാട്ടുകാരനായ കനാന്യർ ഗോരേൻ അതാതിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീന്യരുടെ വിലാപം വലിയ വിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീൻ എന്ന പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മിമ്രോൻ സമീപം അബ്രഹാം ഹിത്തിനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി വാങ്ങിയ മക്പോലോ എന്ന വയലിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസേഫ് തൻ്റെ പിതാവിനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ പിതാവിനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരുമൊത്ത് മിസ്രയീമിലേക്ക് തിരിച്ചുപോയി. ബാരക്കുമോ من قبريهن يوم رابدنهم ناهل يشوف يوزم ملكو الترونو زولون قدم الشاربوزو دينو كينو مورم بو يومو تهنن ديبوزو ألوه دادو إيثاي മഹത്വമുള്ളവനായ യശയ്യായുടെ പുസ്തകത്തിൽ നിന്നും ബാരക്കുമോർ നമ്മുടെ മേൽ തന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശാലേൽ ഹസ്ബസ് എന്ന് എഴുതുക. ഞാൻ ഊരിയ പുരോഹിതനെയും ബർഖ്യായുടെ മകനായ സ്കറിയായും എനിക്ക് വിശ്വസ്ത സാക്ഷികളായി ഇതെഴുതുവാൻ വിളിച്ചു. ഞാൻ പ്രവാചകിയെ സമീപിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശാലേൽ ഹസ്ബസ് എന്ന് പേർ വിളിക്കുക. എന്തെന്നാൽ ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിക്കുവാൻ പ്രായമാകും മുമ്പേ ദമസ്കോസിന്റെ ധനവും ശമരിയായിലെ കൊള്ളയും അസിറിയായിലെ രാജാവിൻ്റെ അടുക്കലെടുത്തു കൊണ്ടുപോകും എന്നരുളി ചെയ്തു. യഹോവ പിന്നെയും എന്നോട് അരുളി ചെയ്തതെന്തെന്നാൽ ഈ ജനമൊഴുകുന്ന ശീലോഹാം വെള്ളത്തെ നിരസിച്ച് രസീനിലെയും രമേലിയാവിൻ്റെ മകനിലെയും സന്തോഷിക്കുന്നത് കൊണ്ട്
അത് കാരണത്താൽ തന്നെ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും. അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും. അത് യഹൂദിയിലേക്ക് കടന്നു കവിഞ്ഞൊഴുകും, കഴുത്തോളം എത്തുകയും ചെയ്യും. അതിൻ്റെ വിടർന്ന ചെറുക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും. ബാറയ്ക്കുമോ ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേലോ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതേന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ വധുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറക്മോൻ സ്ലിഹന്മാരുടെ സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും നേക്കുമുണ്ടായിരിക്കട്ടെ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്നു ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തി നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെയും കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷിച്ചു എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനത്തിലും എഴുതിയിട്ടുണ്ടല്ലോ. ആമീൻ. ഹബീബായി ബാറക് പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതൊഴികെ ഇങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതേ താനേൽക്കും സഭയെ ശാപം പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോന്തന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിനൊന്നും നാഹായി ബാറക്കുമോ. ശ്ലീഹാടോടിന് സ്തുതിയും അവിടെ മേതന അനുഗ്രഹങ്ങളും നേക്കുമുണ്ടായിരിക്കട്ടെ. നീതിയോട് നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുവേൻ, പാപം ചെയ്യാതിരിപ്പേൻ. ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത ചിലരുണ്ട്. നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ ഞാൻ പറയുന്നു, മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ഒരുവൻ ചോദിച്ചേക്കാം. പോഷ നീ വിതയ്ക്കുന്നത് വിത്ത് മരിക്കുന്നില്ല എങ്കിൽ അത് ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിൻ്റെയോ യവത്തിൻ്റെയോ മറ്റ് ഏത് വിത്തിൻ്റെയോ വെറും പണി മാത്രം വിതയ്ക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ശരീരം കൊടുക്കുന്നു. വിത്തുകളിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതിക്ക് അനുസരിച്ചുള്ള ശരീരം കൊടുക്കുന്നു. എന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യരുടെ ശരീരമൊന്ന്, മൃഗങ്ങളുടെ ശരീരം വേറൊന്ന്, പക്ഷികളുടെ ശരീരം മറ്റൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. ആമീനായി ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്ന
ദയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം ഹല്ലേലൂയ. ബറക്മോർ നാവടക്കത്തോടും ഭയത്തോടും പിണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. Evangelion gadishud moranishu mishigo gorosu samuhioniso menmatais ligo magrasonod magrasae furgon olmo Bride sowanise dashbo shole shalhe furqonan alqulan rahma allolmi Sabino hokil damdabrono sid moran balohan Furugo dilani shumishigo Melsudugaya loho desbazar membasulto gadisto Maria Olende Noghanuhva Mahayamninan Maudenan തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുപ്പാനായിട്ട് അവർക്കായിട്ട് യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കും. തൻ്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്നതായ ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കാപിടിക്കാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ശിനോ ഓൽ കുൽക്കൂ. ബാറയ്ക്കുമാർ നാം എല്ലാവരും ദുഃഖത്തോടും സംഘത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോന്നേറ്റിടണം. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ മസിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അയൽക്കർസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ ദൈവം തമ്പുരാനെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഉർസ്ലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്നേറ്റു ചൊല്ലണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭൗതിക ശരീരം മദ്ബഹായിലേക്ക് എടുക്കുകയാണ്. നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വൈദികർ ഈ ഭൗതിക ശരീരം മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുകയും 4 ദിക്കിൽ നിന്നും പുഷ്പശിലോമോ, അതായത് തൻ്റെ ഭൗമികമായ സഭയോട്, ദേവാലയത്തോട്, പള്ളികളോട്, ദേറാകളോട്, ഉറ്റവരോട്, ഉടയവരോടൊക്കെ യാത്ര പറയുന്നതായ പുഷ്പശിലോമോ എന്ന ശുശ്രൂഷ നടത്തുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നേരെ മൃതശരീരം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചെല്ലുകയും അവിടെ നിന്ന് നേരെ ഈ ഇടതുവശം വഴി, അതായത് വടക്ക് വശം വഴി ഒരു റൗണ്ട് ഈ പള്ളിക്ക് വലതു വെച്ച് വീണ്ടും പടിഞ്ഞാറ് വന്ന് വീണ്ടും വടക്കു വശം വന്ന് നേരെ കുരിശൻതൊട്ടിയുടെ അപ്പുറത്തുള്ളതായ ഗേറ്റിങ്കൽ വഴി ആംബുലൻസിലേക്ക് പ്രവേശിക്കണം. അവിടെ അതിൻ്റെ പിന്നിൽ എല്ലാവരും നടന്ന് സെമിത്തേരിയിലേക്ക് കഴിയുന്നത്ര ആളുകൾ
അവിടെ വന്ന് ചേരരുത്. കാരണം അതിനുള്ളതായ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വളരെ അടുത്തവരും അച്ഛന്മാരും മെത്രാപ്പോലിത്തന്മാരും മാത്രമേ അതിലേക്ക് വരാൻ. വിലാപയാത്രയിൽ എല്ലാവർക്കും പങ്കുചേരാൻ വേണ്ടി ഇപ്പോൾ Fushubash Lomo Madbaho Kadisho പരിശുദ്ധമായ സമാധാനത്തോടെ വസിക്കുക. ശിലോമോ കോഹനോ ദാലോഹോ. ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ, സമാധാനത്തോടെ വസിക്കുക. Fushubash Lomo Itod Boshamshe Selbeslama Musabzana Deita. ദേവാലയത്തിൻ്റെ അലങ്കാരമായുള്ളവേ, സമാധാനത്തോടെ പോവുക. Fushubash Lomo Shaino Namlekbe. പരിശുദ്ധ ദേവാലയമേ, സമാധാനത്തോടെ പോവുക. കൂദാശാനുഷ്ഠാനകനായ പുരോഹിത, സമാധാനത്തോടെ പോവുക. ശിലോമോ സായോ കാദീശേ. പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ, സമാധാനത്തോടെ വസിക്കുക. ശിലോമോ ഈദോസോ. ദേവാലയങ്ങളുടെ മേലധികാരികളെ, സമാധാനത്തോടെ വസിക്കുക. ഉത്തമനായ ഭരണകർത്താവേ, സമാധാനത്തോടെ പോവുക. ശിലോമോ റീശായ് ദയറോസോ. ദേറാകളുടെ തലവന്മാരെ, സമാധാനത്തോടെ വസിക്കുക. സത്യത്തെ ഉദ്ഘോഷിക്കുന്നവനെ, സമാധാനത്തോടെ പോവുക. പുഷ്പശിലോമോ കാദീശ് കാശീശേ സായോ. നിർമ്മലരായ കശീശന്മാരെ, സമാധാനത്തോടെ വസിക്കുക. ആഹോൻ
ഹബീബ് വത്സല സഹോദര സമാധാനത്തോടെ പോക പുഷ്പാശിലോമോ മിശംശോനെ ദുഃഖായോ നിർമ്മലരായ ഷെമ്മാശന്മാരെ സമാധാനത്തോടെ വസിക്കുക. ഞങ്ങളുടെ നേതാവേ സമാധാനത്തോടെ പോക പുഷ്പാശിലോമോ കുൽഖൂൻ ക്ലീറിഗോസ് സകല വൈദികരുമേ സമാധാനത്തോടെ വസിക്കുക. സമാധാനത്തോടെ പോക ഗ്രാമവും പട്ടണവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക. ശൽബാശ്ലോമോ യോറുസോദ് പറുദൈസോ പറുദീസായുടെ അവകാശിയായവരേ സമാധാനത്തോടെ പോക പിതാക്കന്മാരെ സഹോദരങ്ങളെ സമാധാനത്തോടെ വസിക്കുക. ശൽബാശ്ലോമോ മൽഫോനോദ് കുഷ്തോ സത്യോപദേഷ്ടാവേ സമാധാനത്തോടെ പോവുക. വൽവോലം ഈ സമാധാനാശംസ എന്നേക്കുമായിട്ടാകുന്നു. ബഗനോൻ ഹദോസോ സന്തോഷമുള്ളവരിൽ ഞങ്ങളെ കാണുവാൻ ഇടയാകട്ടെ. ഇപ്പോൾ മൃതശരീരം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ ഇറക്കുകയാണ്. ആളുകൾ രണ്ട് സൈഡിലേക്ക് മാറണം. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമറിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗ
കൂസ്തോത്രം വേഗം നിന്നെ കാണും നേരം മാത്രം എന്റെ യാത്ര തീരുവാ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം